ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് മഴയ്ക്കൊപ്പമെത്തിയ കാറ്റിൽ ആളൂരിൽ 1000-ഓളം നേന്ത്രവാഴകൾ ഒടിഞ്ഞു വീണു. നെല്ലായി വയലൂരിൽ തെങ്ങ് കടപുഴകി വീണു. വയലൂർ പുഷ്പത്ത് തങ്കയുടെ വീട്ടുമുറ്റത്തെ തെങ്ങാണ് കടപുഴകി വീടിന്റെ ശൗചാലയത്തിന് മുകളിൽ കൂടി വീണത്. ആളൂരിൽ 1000-ഓളം നേന്ത്രവാഴകൾ ഒടിഞ്ഞു വീണു. ആളൂർ കാരൂർ സ്വദേശി പാറക്കുളം അർജുനന്റെ നേന്ത്രവാഴകളാണ് ശക്തമായ കാറ്റിൽ നിലംപൊത്തിയത്. കാരൂരിൽ പാട്ടത്തിനെടുത്ത സ്ഥലത്ത് കൃഷി ചെയ്തിരുന്ന വാഴകളാണ് കാറ്റിൽ നിലംപൊത്തിയത്. 15 ഏക്കറോളം സ്ഥലത്താണ് അർജുനൻ വാഴകൃഷി ചെയ്തിരുന്നത്. അതിൽ ഒരു തോട്ടത്തിന്റെ 1000-ഓളം കുലച്ച നേന്ത്രവാഴകളാണ് ഒടിഞ്ഞു വീണത്. ജീവിതം തന്നെ തകർന്നു പോകുന്ന അവസ്ഥയിലാണെന്നും കായകളെല്ലാം കറിപ്രായത്തിൽ ഒടിഞ്ഞു വീണെന്നും ഇതിനുവേണ്ട നടപടികൾ കൃഷിഭവനോ സർക്കാരോ ചെയ്തില്ലെങ്കിൽ കാർഷിക മേഖലയിൽ ഇനിയും തുടരാനാവില്ലെന്നും സാധാരണ കർഷകർക്ക് ഇത്തരം കെടുതികൾ തരണം ചെയ്യാൻ പറ്റില്ലെന്നും അർജുനൻ പറഞ്ഞു. ദയനീയമായി തകർന്നു പോകുന്ന ജീവിതം തന്നെ തകർന്നു പോകുന്ന രീതിയിൽ 1000 വാഴയാണ് ഞാൻ വെച്ചാർന്നത്. എല്ലാ കായും കറിക്കായ പ്രായത്തിൽ 1000 വാഴയും ഒടിഞ്ഞതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടു. അത് ഇന്നലത്തെ വലിയ രീതിയിലുള്ള ഇതിന് വേണ്ട നടപടികൾ കൃഷിഭവനോ സർക്കാർ ചെയ്തില്ലെങ്കിൽ കാർഷിക മേഖലയിൽ നിന്ന് ഞങ്ങളൊക്കെ ഒരിക്കലും ഇനി ഇതിൻ്റെ തുടർച്ചയായിട്ട് മുന്നോട്ട് ഉണ്ടാവില്ല. എന്താ കാരണം വെച്ചാൽ ഒരു സാധാരണ കൃഷിക്കാരന് അതിനെ തരണം ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ വളരെ ദയനീയമായ അവസ്ഥയിലാണ് കർഷകർ പോകുന്നത്. സർക്കാരിൻ്റെ നല്ല രീതിയിലുള്ള ആനുകൂല്യങ്ങളും കാര്യങ്ങളൊന്നും കൃഷിക്കാരിലേക്ക് എത്തുന്നില്ല. അതേസമയം ശക്തമായ കാറ്റിൽ പന്തല്ലൂരിൽ വ്യാപക നാശമുണ്ടായി. പന്തല്ലൂർ തോമാത്ത് ചന്ദ്രന്റെ 50ഓളം അടയ്ക്കാമരം കാറ്റിൽ കടപുഴകി വീണു. 12 കായ്ക്കുന്ന ജാതിയും 3 മാവുകളും കാറ്റിൽ നിലംപൊത്തി. വീടിന് പുറകുവശത്തുള്ള മതിലും തകർന്നിട്ടുണ്ട്. ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ചന്ദ്രൻ പറഞ്ഞു. ഇന്നലത്തെ ശക്തമായിട്ടുള്ള കാറ്റിൽ ഒരു 10-15 ജാതി മരം പോയി, ഒരു 10-50 അടയ്ക്കാമരം പോയി, 2-3 മാവ് ഇതെല്ലാം കടപുഴകി വീണു. മതിലിടിഞ്ഞു പോയി. ഒക്കെ ഭയങ്കര നാശനഷ്ടമായി. ഏകദേശം എന്ന് വെച്ചാൽ ഒരു ലക്ഷക്കണക്കിന് നഷ്ടമാണ്. കാരണം ജാതിക്ക് കായുണ്ട സമയത്ത് കൊടുക്കാവുന്ന പരിവല്ലായിരുന്നു. ആ നിലയ്ക്കുള്ള ജാതികളാണ് കായ. മരവും പോയി കായും പോയി. നെല്ലായി വയലൂരിൽ തെങ്ങ് കടപുഴകി വീണു. വയലൂർ പുഷ്പത്ത് തങ്കയുടെ വീട്ടുമുറ്റത്തെ തെങ്ങാണ് കടപുഴകി വീടിന്റെ ശൗചാലയത്തിന് മുകളിൽ കൂടി വീണത്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ ഉണ്ടായ കാറ്റിലാണ് തെങ്ങ് വീണത്. മഴയും കാറ്റും ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ നാശം വിതച്ചു. പന്തൽ പറന്നു. മീഡിയ ടൈം, ആളൂർ.